ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പേരുകളുണ്ട്. ഇൻസാനുൽ കാമിൽ, പരിപൂർണനായ മനുഷ്യൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണതയെ കുറിക്കുന്ന പേരുകളിലൊന്നാണ്. അവിടുത്തെ എല്ലാ സൗന്ദര്യങ്ങളും തുളുമ്പുന്നൊരു പേര് കൂടിയാണ് ഇൻസാനുൽ കാമിൽ എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000 പേരുകളുണ്ടെന്ന് ആത്മജ്ഞാനികളിൽ ചിലർ പറയുന്നുണ്ട്. അവിടുത്തെ 200-ലധികം പേരുകൾ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു ദലായിലുൽ ഖൈറാത്ത് എന്ന വിശുദ്ധ സ്വലാത്ത് ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പേരിനെ കുറിച്ച് ഇവിടെ പറയാൻ കാര്യം? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യത്യസ്ത വിശേഷണങ്ങളാണ് ഓരോ പേരിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പേരിലുള്ളതല്ല മറ്റൊരു പേരിലുള്ളത്. ഓരോന്നിലും വണ്ണമായ സവിശേഷതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അവിടുത്തെ പേരുകളെക്കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് 2 പേരുകൾ എടുക്കാം. ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പേരുകൾ തമ്മിലുള്ള ബന്ധവും അതിന്റെ മഹത്വം എന്താണ്? മുഹമ്മദ് എന്നാൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം. ഈ ഭൂലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുക എന്നത് ഒരു മഹത്തരം തന്നെയാണ്. അഹ്മദ് എന്നാൽ സ്തുതിക്കുന്നവർ എന്നാണ്. ആകാശലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്തുതിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ മഹാത്മ്യമുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് മുഹമ്മദും വാനലോകത്ത് അഹ്മദുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു ലോകത്തും ഉന്നതരാണ് എന്നർത്ഥം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സാധാരണ പരിചയപ്പെടാറുള്ള പേരുകൾ റസൂൽ, ഹബീബ് എന്നൊക്കെ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുൽ വറ എന്നെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാറുണ്ട്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നതാണ് അതിന്റെ താല്പര്യം. അതുപോലെ തന്നെ മുബശ്ശിർ, നദീർ, ഷാഹിദ് തുടങ്ങിയ പേരുകൾ വിളിച്ചും ഖുർആൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവിടുന്ന് സന്തോഷവും താക്കീതുകാരനും സാക്ഷിയുമൊക്കെയാണല്ലോ. അതുപോലെ തന്നെ നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന പേര് വിളിച്ചാണ് പലപ്പോഴും അവിടുന്ന് സ്വയമേ തന്നെ പരിചയപ്പെടുത്താറുള്ളത്. ഖുർആനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ തന്നെ കാരുണ്യമെന്നാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ കുറിച്ച് പോലും പറയാൻ നമ്മൾ അശക്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പേര് കൂടിയുണ്ട്. അത് ഉമ്മി എന്നാണ്. അതായത് അതിന്റെ മലയാളർത്ഥം നോക്കിയാൽ നിരക്ഷരൻ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മി എന്ന പദപ്രയോഗത്തിൽ തന്നെ സാമ്പ്രദായിക വ്യാഖ്യാനങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ മതിയാകുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം വിശാലാർത്ഥം കിട്ടുന്ന ഒരു പദമാണ് ഉമ്മി എന്നുള്ളത്. അറബി സാഹിത്യവും ഭാഷയും അതിന്റെ ഉത്തുംഗതയിൽ നിന്ന ഒരു കാലത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് എന്ന് നമുക്കറിയാം. ആ സമയത്ത് ഉമ്മി എന്ന പ്രയോഗത്തിന് വിശാലമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലയ്ക്കും ഉന്നതിയിലായിരുന്നു. ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയല്ല അവിടുന്ന് അക്ഷരാഭ്യാസം പഠിച്ചത്. ഒരു ഗുരുവിന്റെയും ശിഷ്യനുമല്ല. അങ്ങനെ ഒരു ഉസ്താദ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലേയില്ല. അവിടുത്തെ എത്രത്തോളം മഹത്തരമായി ഉന്നതമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ ആലംബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സമ്മാനിച്ചത്. ഖാലിഖായ അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹൃദയത്തിലേക്ക് സർവജ്ഞാനങ്ങളും നേരിട്ട് നിറയ്ക്കുകയായിരുന്നു. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വതിനെ കുറിച്ചുള്ള മഹാജ്ഞാനം. ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയുള്ള ഒരാൾ എന്തിന് മറ്റൊരാളെ ആശ്രയിക്കണം? ഒരറിവിന് വേണ്ടി എന്തിന് മറ്റൊരാളോട് തേടണം? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അതായത് അത്രമേൽ പരിപൂർണമായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചത്. പഠിച്ചവർ പഠിച്ചതിനോളമല്ലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനപ്പുറത്തേക്കും അറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ഒരാൾ നിരക്ഷരൻ എന്ന് വിളിച്ചാൽ നമ്മളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു ഇകഴ്ത്തലായി നമുക്ക് തോന്നും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് ഉമ്മിയെ, നിരക്ഷരൻ എന്ന് പറയുമ്പോൾ അത് ബഹുമതിയും അംഗീകാരവുമാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ വാക്കിന് പോലും എന്തൊരു മഹത്വമാണ്, എന്തൊരു സൗന്ദര്യമാണ് അതിന്. ഇനിയും തീർന്നില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമ വിശേഷണങ്ങൾ. ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. എങ്കിലേ നമുക്ക് അവിടുത്തോടുള്ള മഹബത്ത്, അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ പഠിക്കാനും കൂടുതൽ അവിടത്തേക്ക് സമയം ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.